ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. സ്പെഷ്യലൊന്നല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് അവിയലാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, സിമ്പിളുമാണ്, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിയലിന് പിന്നെ നീളത്തിൽ അരിയണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാനിതിലോട്ട് ചേർത്തത് ഒരു ക്യാരറ്റ്, ഒരു പച്ചക്കായ, 2 മുരിങ്ങക്ക, ഒരു ചേന, ചെറിയ കഷ്ണം കുമ്പളം, 2 ബീൻസ്. ഞാനത് ചേർക്കുന്നത് പോയിട്ടോ എടുക്കാൻ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് തേങ്ങയിലോട്ട് ഒരു 2-3 പച്ചമുളകും, ഒരു ചെറിയ ഉള്ളിയും, കുറച്ച് ചെറിയ ജീരകവും ചതക്കുക. പച്ചമുളക് നമ്മളെ ഇഷ്ടത്തിന് ചേർക്കാട്ടോ, എരിവിനനുസരിച്ച്. ഇതിലോട്ട് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അത്രയ്ക്കും പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഈ പച്ചക്കറികളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ തീ കത്തിക്കുന്നതിന് മുന്നേ കേട്ടോ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളേന്ന് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത്ര ചേർത്തത്. കറിവേപ്പില അധികമാണനുസരിച്ച് അവിയലിനൊക്കെ ടേസ്റ്റ് കൂടും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ. തൈര് നമുക്ക് എത്രയാണോ പുളി ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് എത്ര വേണ്ട ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി നമ്മളെ പൊടികളും തൈരും വെളിച്ചെണ്ണയും ഒക്കെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് ഇളക്കി അടച്ച് വെക്കാം. എന്നിട്ടുള്ളൂ തീ കത്തിക്കാൻ പാട്. അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക. ഇടയിലൊന്ന് നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നമ്മളെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി അടച്ച് വെക്കുക. തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കണം കേട്ടോ. അപ്പം നമ്മളെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് അവിയൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ, സിമ്പിളല്ലേ. നമ്മൾ എല്ലാം ഒരുമിച്ച് തന്നെ വേവിക്കുന്നതുകൊണ്ട് തന്നെ സിമ്പിളാണ്, അധികമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല പെർഫെക്റ്റ് അവിയൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.